നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ പോങ്ങൻ ഇന്നൊരു നിയുക്ത പ്രതിയാണ്. നിയുക്ത പ്രതി. പോങ്ങനെ പോലീസ് പൊക്കി എന്ന് പറയുന്ന വാർത്ത കേട്ട കുറെയെങ്കിലും ആളുകൾ ഈ സംസാരം കേട്ടുകൊണ്ട് എന്റെ മുന്നിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ചു പേരിൽ കുറച്ചു പേർ തീർച്ചയായിട്ടും ഇവനിട്ട് 2 കിട്ടിയാൽ അത്രയും നല്ലത് എന്ന് പറയുന്ന ഒരു വിചാരത്തോടു കൂടിയാണ് ആ വാർത്തയെ സമീപിച്ചത് എന്ന് പറയുന്ന ബോധ്യവും എനിക്കുണ്ട്. എന്ത് തന്നെ ആയാലും ഞാൻ എങ്ങനെയാണ് നിയുക്ത പ്രതിയായത്, എന്താണ് ഞാൻ ചെയ്ത തെറ്റ്, ആരാണ് എനിക്കെതിരെ പരാതി കൊടുത്തത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്റെ പോലീസ് സ്റ്റേഷൻ അനുഭവങ്ങളാണ് ഞാൻ ഇന്ന് പങ്കിടുന്നത്. തമാശയായി പറയാൻ കൊള്ളാവുന്ന ഒന്നല്ല, തമാശയായി കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല എനിക്ക് പറയാനുള്ളത്, പങ്കിടാനുള്ളത്. നമ്മളൊക്കെ നവമാധ്യമ കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നവമാധ്യമ കാലത്തിന്റെ തുടക്കം കണ്ടറിഞ്ഞ ആളുകളാണ് നമ്മൾ. പക്ഷേ പലപ്പോഴും വളരെ വ്യക്തിപരമായിട്ടുള്ള നമ്മളുടെ അഭിപ്രായങ്ങളൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെതായിട്ടുള്ള ആ പരിധിയിൽ വകകൊള്ളിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിലേക്ക് കൃത്യമായി നമ്മളിങ്ങനെ പങ്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൊതു ഇടത്തിലേക്ക് പൊതുവായ വിഷയങ്ങളിലുള്ള അഭിപ്രായം പങ്കുവയ്ക്കാൻ കഴിയുന്ന സാംസ്കാരിക ഔന്നത്യം നമുക്കുണ്ടോ, അതല്ലെങ്കിൽ സാമൂഹ്യ ബോധമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് ആലോചിച്ചില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള ചില കുടുക്കുകളിൽ നമ്മൾ അകപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞു തീർക്കാം. വിശദമായി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഫോണിന്റെ എന്നല്ല, ഈ ക്യാമറയുടെ ബാറ്ററി വളരെ കുറച്ച് സംസാരത്തിന് മാത്രമുള്ള ഊർജ്ജമേ നമ്മുടെ ബാറ്ററിയിലുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ ചുരുക്കി ഒന്ന് പറയാം. ആരാണ് എനിക്കെതിരെ പരാതി കൊടുത്തത് എന്ന് പറയുന്നതിന് മുന്നേ എന്തായിരുന്നു എനിക്ക് പറ്റിയ പിശക് എന്നുള്ളത് പറയാം. അതായത് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോകാൻ ഒരു കുറിപ്പിട്ടിരുന്നു. മാതൃഭൂമി പത്രത്തിന്റെ അല്ലെങ്കിൽ മാതൃഭൂമി ഓൺലൈനിൽ വന്നിരുന്ന ഒരു വാർത്തയുടെ ചെറിയൊരു പോസ്റ്ററാണ് അതിന്റെ ഉള്ളടക്കം. ഏതോ ഒരു സുഹൃത്ത് പങ്കുവെച്ചത് എന്റെ കണ്ണിൽ വന്നതാണ്. അതിന്റെ തലക്കെട്ട് ഇങ്ങനെ ആയിരുന്നു: ഗാസയിലെ കുട്ടികളുടെ ദുരവസ്ഥയോർത്തുകൊണ്ട് എനിക്ക് ഊണിറങ്ങുന്നില്ല എന്ന് ഒരു ടീച്ചർ പറഞ്ഞതായിട്ടാണ് വാർത്ത. അതാണ് തലക്കെട്ട്, അങ്ങനെയാണ്. അതിനോടൊപ്പം തന്നെ ആ ടീച്ചറിന്റെ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. വളരെ വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അതാരാണെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായില്ല. ഏതോ ഒരു ടീച്ചറിനെ മാതൃഭൂമി കൊണ്ടുവന്നിരിക്കുന്നു. കാരണം അങ്ങനെയാണല്ലോ ഈ അടുത്ത കാലത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് സാമൂഹ്യ മൂല്യം ഉയർന്ന ആളുകൾ എന്തെങ്കിലും തരത്തിലുള്ള വർത്തമാനങ്ങൾ ഈ ഗാസ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിൽ പറയുക, അതൊരു പ്രത്യേക രീതിയിലൂടെ അവതരിപ്പിക്കുന്ന ഒരു സ്വഭാവം പൊതുവെ മാധ്യമങ്ങൾ കാണിക്കാറുള്ളത് കൊണ്ട് അങ്ങനെ മാതൃഭൂമി എന്തോ കൊണ്ടുവന്നു എന്നുള്ള രീതിയിലേക്ക് അത്രയൊന്നും ആലോചനയില്ലാതെ ഞാൻ ആ വിഷയത്തോട് മാത്രം പ്രതികരിച്ചു. ഗാസയിലെ കുട്ടികളെ കാണുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് അതിന് കാരണമായിട്ടുള്ള ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വംശഹത്യ എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിലുള്ള ഈ ഒരു നീക്കത്തിന് കാരണമായിട്ടുള്ള ആ വിഷയം, അന്ന് ഇസ്രായേലിൽ സംഭവിച്ചിട്ടുള്ള കൂട്ടക്കുരുതി, കുട്ടികൾ അനുഭവിച്ച പ്രയാസങ്ങൾ, ഗർഭിണികൾക്കുണ്ടായിട്ടുള്ള ദാരുണ അന്ത്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ നിലയിലും അവർക്ക് വന്നിട്ടുള്ള പരിക്കുകളെ കുറിച്ചൊക്കെ ഓർക്കാത്തത് എന്ത്, അതല്ലെങ്കിൽ അപ്പോഴൊക്കെ എന്തുകൊണ്ട് ഒരു പ്രതികരണവും കാണാതെ പോയി എന്ന് പറയുന്ന ചിന്തയാണ് എന്റെ ഉള്ളിലുണ്ടായത്. ഇരട്ടത്താപ്പാണല്ലോ ഇതൊക്കെ, പക്ഷപാതിത്വമാണല്ലോ എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടുള്ള ചിന്തയോടുള്ള പ്രതികരണമാണ് ഞാൻ നടത്തിയത്. പക്ഷേ ആ പ്രതികരണം സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ ഞാൻ നടത്തിയപ്പോൾ എന്റെ ആ ഒരു പ്രതികരണം അല്ലെങ്കിൽ ആ അഭിപ്രായം വരമൊഴിയായി രേഖപ്പെടുത്തിയപ്പോൾ ആ വരമൊഴിക്ക് ഒരു ദൃശ്യഭാഷ്യം നൽകിയാൽ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഒരുതരം ജുഗുപ്സ ഉണർത്തുന്ന, ഒരല്പം അഭംഗിയുള്ള, അത്ര കണ്ട് സംസ്കൃതീകരിക്കപ്പെടാത്ത തരത്തിലുള്ള ഒരു ദൃശ്യമാണ് കിട്ടുക. അത് അല്പം ഒരു പ്രത്യേകിച്ച് നല്ല പ്രായമുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു പ്രതികരണത്തിന് ഇരപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും പല വ്യക്തികളിലും അയ്യോ പോങ്ങ ഇത് കുറച്ച് കടന്നുപോയില്ലേ, ടീച്ചറോട് ഇങ്ങനെ പാടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് ഇത് ഏത് ടീച്ചർ എന്നുള്ള ഒരു അന്വേഷണം എൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് ലീലാവതി ടീച്ചറെ കുറിച്ചാണ് പോങ്ങൻ പറഞ്ഞത്. എനിക്ക് വലിയ മനപ്രയാസം ഉണ്ടായി, സത്യമാണ് പറയുന്നത്. ഇത്രയും പ്രായമുള്ള വാർദ്ധക്യത്തിൽ എത്തിയ ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ ഇങ്ങനെ സംസാരിച്ചല്ലോ എന്ന് പറയുന്ന ആത്മനിന്ദ വളരെ ആത്മാർത്ഥമായി എൻ്റെ ഉള്ളിലുണ്ടായി. സത്യമാണത്. ആ പോസ്റ്റ് അവിടെ തുടർന്നുമില്ല. അത് ആദ്യം ഒള്ളിമയാക്കി, പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് ആർ തമ്പി എന്ന് ഞാൻ വിളിക്കുന്ന രാകേഷ് ആർ തമ്പിയാണ് പറയുന്നത്, ദേശാഭിമാനിയിൽ ഒരു വാർത്ത വന്നിരിക്കുന്നു, അതിൻ്റെ ഒരു കട്ടിങ് എനിക്ക് മെസ്സഞ്ചറിൽ അയച്ചു തന്നിട്ട് ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഒരു കോളം 6 സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു വാർത്ത അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പോങ്ങുമൂടൻ ഹരീഷ് ശിവരാമൻ എന്ന പേരിലുള്ള ഒരു ഫേസ്ബുക്ക് ഉടമയ്ക്കെതിരെ കൊല്ലം SP-ക്ക് ഒരു വ്യക്തി പരാതി കൊടുത്തിരിക്കുന്നു, ടീച്ചറെ അപമാനിച്ചു എന്നുള്ളതിന്റെ പേരിൽ. സ്വാഭാവികമായിട്ട് ഞാൻ വിചാരിച്ചു അത് അത്ര കണ്ട് വലിയ ഗൗരവമുള്ള ഒരു കാര്യമല്ലല്ലോ. നമ്മുടെ വിനായകൻ സാറൊക്കെ ഉപയോഗിക്കുന്നത് പോലെ, സഖാവ് വിനായകനൊക്കെ ഉപയോഗിക്കുന്നത് പോലുള്ള സംസ്കൃതീകരിക്കപ്പെട്ട കാവ്യപദങ്ങളൊന്നും ചേർക്കാതെയാണ് ഞാൻ ആ ഒരു പ്രതികരണം നടത്തിയത്. അപ്പോൾ അത്രയും ഒരു കുഴപ്പമാകുമോ എന്ന് പറഞ്ഞൊരു സംശയം എൻ്റെ ഉള്ളിൽ വന്നു. എങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു വിളി വരാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും ഫോണിൽ ഒരു കുറച്ച് ശ്രദ്ധ കൊടുത്തു. അവർ വിളിക്കുമ്പോൾ അത് കിട്ടാതെ പോകരുത് എന്നുള്ളത് കൊണ്ട്. എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ച ഉച്ച സമയത്ത് ഒരു 3 കോളുകൾ ഒരേ സമയത്ത് തുടർച്ചയായിട്ട് കണ്ടു. അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥ അവർ സ്വയം പരിചയപ്പെടുത്തി, സ്റ്റേഷൻ പറഞ്ഞു, എവിടെയാണ് താമസം എന്ന് ചോദിച്ചു, എന്റെ വിവരങ്ങൾ പറഞ്ഞു. തിങ്കളാഴ്ച
രാവിലെ ഒന്ന് വരാൻ സാധിക്കുമോ, നിങ്ങളുടെ ഒരു മൊഴി എടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. ഞാൻ അപ്പോൾ എൻ്റെ പ്രയാസം പറയുന്നു, ഞാൻ ആത്മാർത്ഥമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്, പക്ഷെ നാളെ എന്ന് പറയുമ്പോൾ ചെറിയൊരു അസൗകര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് കൂട്ടിന് ഒരാളെ വെക്കണം, എല്ലാ കാര്യങ്ങളും ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, സഹായത്തിൻ്റെ ആൾ വേണം, അപ്പോൾ അതുകൊണ്ട് ഒരാളെ കണ്ടെത്തിയിട്ട് ഞാൻ വന്നാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ അവർ വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു അങ്ങനെ മതി, പക്ഷേ അധിക ദിവസങ്ങൾ നീളണ്ട, അത് വേഗം തന്നെ അത് തീർപ്പാക്കണം, അതുകൊണ്ട് അധികം വൈകാതെ ഈ നമ്പറിൽ വിളിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. ഫോൺ വയ്ക്കുന്നു. അവർ പറഞ്ഞത് ഒരു ബന്ധുവായിട്ടുള്ള ഒരാളെയും കൂടി കൊണ്ടുവരണം, ആധാർ കാർഡും കൊണ്ടുവരണം. അപ്പോൾ ബന്ധു എന്ന് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യത്തിന് കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും ഒരു ബന്ധുത്വം ആരുമായിട്ടും ഇല്ലാത്തത് കൊണ്ട്, എന്നുവെച്ചാൽ ബന്ധുക്കളായിട്ട് രക്തബന്ധത്തിൽപ്പെട്ടവർ അങ്ങനെ ഇല്ല എന്നുള്ളത് കൊണ്ട് സുഹൃത്തുക്കൾ ആരെങ്കിലും മതിയോ എന്ന് ചോദിച്ചു. അത് അതിലും കുഴപ്പമില്ല എന്ന് പറയുന്നു. ഞാൻ സന്തോഷിയായിട്ടെന്ന് പറയുന്ന അധ്യാപക സുഹൃത്താണ്, കുമളി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അത് തീർച്ചയായിട്ടും വരാം എന്ന് പറയുന്നു. അങ്ങനെ ലീവ് എടുത്തുകൊണ്ട് അദ്ദേഹം എന്നോടൊപ്പം വരാമെന്ന് പറയുന്ന ഒരു തീരുമാനത്തിലെത്തുന്നു. അതിനിടയിൽ ഈ അമ്മയെ ഒന്ന് കൂട്ടിയിരിക്കാൻ പാകത്തിന് ഒരാളെയും ഏർപ്പാടാക്കി. എന്നിട്ട് ഞാൻ വീണ്ടും ഉദ്യോഗസ്ഥയെ വിളിക്കുന്നു, നാളെ തന്നെ വരാം എന്ന് പറയുന്നു. ശരി, വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ 1-2 പോലീസ് സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ ഒരാളും പോകുന്ന കാര്യത്തെക്കുറിച്ച് അനുകൂലമായിട്ട് പറയുന്നില്ല. പോകണ്ട, നീ അത് നാളെ ചെന്ന് കയറി കൊടുക്കണ്ട, ഒരു മുൻകൂർ ജാമ്യമൊക്കെ എടുത്തിട്ട് മതി, ഇത് പെടുത്താനായിരിക്കും എന്ന് പറഞ്ഞു. ഒരാൾ പോലും, പോലീസ് സുഹൃത്തുക്കൾ മാത്രമല്ല, ഞാൻ ഈ വിഷയം പങ്കുവെച്ച ഒരു സുഹൃത്ത് പോലും എന്നോട് പറഞ്ഞില്ല അവിടെ നേരെ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കാം എന്നൊരാളും പറയുന്നില്ല. എല്ലാവരും പറഞ്ഞത് പോവരുത് പോവരുത്, പോയാൽ പെട്ടുപോകും. ഇവരൊക്കെ എനിക്ക് ഉപദ്രവം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, എന്റെ നന്മയെ കരുതിയാണ്. കാരണം ഞാൻ തുടർച്ചയായിട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ നിരന്തരം ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധിയായി നിന്നുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, രൂക്ഷമായ ഭാഷയിൽ അവരെ വിമർശിക്കുകയോ പരിഹസിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു അവസരം ലഭിച്ചാൽ അവരെന്നെ ഉപദ്രവിക്കുമെന്ന് പറയുന്ന ഒരു ആശങ്ക എന്റെ സുഹൃത്തുക്കൾക്കുണ്ടായതുകൊണ്ടാണ് അവരങ്ങനെ എനിക്ക് പറഞ്ഞു തരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ഈ ഉദ്യോഗസ്ഥയോട് പറഞ്ഞു പോയി ചെല്ലാമെന്ന് എനിക്ക് മാറ്റി പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്തോ ഉള്ളിൽ അത് ശരിയല്ല, ചെന്നേ പറ്റൂ എന്ന് പറയുന്ന ഒരു ചിന്ത എനിക്ക്. അപ്പോൾ പോകരുതെന്ന് പറയുന്നവരെ ധിക്കരിക്കാനും എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ എന്റെ സുഹൃത്ത്, സഹോദര തുല്യനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് അനു എന്ന് പറയുന്ന ഒരു പയ്യൻ അവനോട് വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചേട്ടാ പോകരുതേ, ഇത് പെടുത്താനാണ്, കുടുക്കാണ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മളുടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇതുപോലുള്ള ഒരു കാര്യത്തിന് നമ്മളെ വിളിച്ചാൽ, ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും ആ വ്യക്തി നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലാൻ ആരുടെയും ഒരു ഉപദേശം ലഭിക്കുന്നില്ല. ഒരാളിൽ നിന്ന് പോലും അങ്ങനെ ഒരു ഉപദേശം ലഭിക്കുന്നില്ല. അപ്പോൾ എനിക്കൊരു പരിഭ്രമമായി. ഞാൻ ഒളിച്ചു വെച്ചില്ല ആ പരിഭ്രമം. ആ ഉദ്യോഗസ്ഥയെ ഒന്നുകൂടി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പോലീസ് സുഹൃത്തുക്കളാവട്ടെ, അഡ്വക്കേറ്റ് സുഹൃത്തുക്കളാവട്ടെ, അതല്ലാത്ത സുഹൃത്തുക്കളാവട്ടെ, ഈ വിവരം പങ്കുവെച്ച ഒരു സുഹൃത്ത് പോലും സ്റ്റേഷനിലേക്ക് നാളെ ചെല്ലരുത്, മുൻകൂർ ജാമ്യമില്ലാതെ അല്ലെങ്കിൽ ഒരു വക്കീലിന്റെ സഹായം കൂടാതെ നേരെ അങ്ങനെ ചെന്ന് കയറരുത് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഉപദേശമാണ് എനിക്ക് ലഭിച്ചത്. മാഡം എന്നെ ആകർഷിച്ച് വരുത്തിച്ചകത്താക്കാനുള്ള നീക്കമാണോ നടത്തുന്നതെന്ന് ഗതികെട്ട് ഞാൻ ചോദിച്ചു. അവർ ചിരിച്ചോ അതോ അവർ ചിരിച്ചതായിട്ട് എനിക്ക് തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വ്യക്തമായിട്ട് പറഞ്ഞു, വിശ്വാസമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി.